പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ പ്രിയ മക്കളത്രേ. നാം പ്രിയ മക്കളെങ്കിൽ ദൈവത്തെ നാം അനുകരിക്കണം. ജീവിതത്തിൽ എല്ലാ കാലത്തും എല്ലാ സമയത്തും ദൈവത്തെ അനുകരിക്കുക എന്നത് ഒരു ദൈവ പൈതലിൻ്റെ മുഖമുദ്രയത്രേ. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു എങ്ങനെ കർത്താവിനെ അനുകരിക്കണം. ഒന്ന്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നാം അവനെ അനുകരിക്കണം. 2-ാം വാക്യത്തിൽ വായിക്കുന്നു, ക്രിസ്തുവും നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ദൈവസ്നേഹത്തിൽ നാം സഞ്ചരിക്കണം, ദൈവസ്നേഹത്തിൽ നാം നടക്കണം. അങ്ങനെ ക്രിസ്തുവിനെ അനുകരിക്കേണ്ടത് അവൻ്റെ സ്നേഹത്തിലത്രേ. അവൻ നമ്മെ സ്നേഹിച്ചത് പരിധിയില്ലാതെ, അളവില്ലാതെ, കണ്ടീഷൻസ് ഇല്ലാതെ നമ്മെ സ്നേഹിച്ചു. നാം പാപിയായിരിക്കുമ്പോൾ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ, ബലഹീനരായിരിക്കുമ്പോൾ, അഭക്തരായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ച് തൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു തന്നു. ഇന്ന് പകൽക്കാലവും നാം അനുകരിക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹത്തെ അത്രേ. ദൈവത്തെ അനുകരിക്കേണ്ടത് അവൻ്റെ സ്നേഹത്തിൽ അനുകരിക്കണം. അവൻ്റെ സ്നേഹത്തെ നാമും പ്രദർശിപ്പിക്കണം. ദൈവത്തിന് സൗരഭ്യവാസനയായി ക്രൂശിൽ തൻ്റെ വഴിപാടും യാഗവും അർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ആ ദൈവസ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. 2-ാമതായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, അവൻ വെളിച്ചമായതുപോലെ നാമും വെളിച്ചമായിരിക്കണം. നാമും പ്രകാശമായി നടക്കണം. പ്രകാശത്തിൽ നടക്കുവാൻ വേദപുസ്തകം അതുകൊണ്ടത്രേ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അവൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് അരുളിച്ചതെങ്കിൽ നമ്മെ നോക്കിക്കൊണ്ടും തിരുവചനം പറയുന്നു. മത്തായി 5:14 പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തെ അനുകരിക്കേണ്ടത് ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ അനുകരിക്കണം. 9-ാം വാക്യത്തിൽ വായിക്കുന്നു, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിൽ ഉള്ളവരായി നടന്നുകൊള്ളുവീൻ. എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ വെളിച്ചത്തിൽ നടന്നുകൊള്ളണം, നിങ്ങൾ വെളിച്ചത്തിലായിരിക്കണം. നമ്മുടെ ദൈവം വെളിച്ചമാണ്. അവൻ അന്ധകാരത്തെ ജയിച്ച ദൈവമാണ്. ലോകത്തിൻ്റെ ഒരു അന്ധകാര ശക്തികൾക്കും അവനെ ഒതുക്കാൻ പറ്റിയില്ല. അവൻ ലോകത്തിൻ്റെ വെളിച്ചമായി കടന്നു വന്നെങ്കിൽ അവൻ്റെ മക്കളായ നമ്മയും ദൈവം ആക്കിയിരിക്കുന്നത് അങ്ങനത്തെ ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. നാം ദൈവത്തെ അനുകരിക്കേണ്ടത് അവൻ്റെ വെളിച്ചത്തിൽ അനുകരിക്കണം. ആ വെളിച്ചത്തെ നാം ലോകത്തിൽ പ്രകാശിപ്പിക്കുവാൻ ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട്. അന്ധകാരം നിറഞ്ഞ ഈ ഭൂമിയിൽ നാം ദൈവമക്കളെന്ന പോലെ ദൈവത്തെ അനുകരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വെളിച്ചത്തെ പ്രതിബിംബിക്കുന്നവരായി തീരട്ടെ. നമ്മിലൂടെ ലോകം ദൈവിക വെളിച്ചത്തെ കാണണം. 3-ാമതായി വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ക്രിസ്തു ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയത്രേ. അങ്ങനെയെങ്കിൽ നമ്മളും ഈ ഭൂമിയിൽ ജ്ഞാനികളായി നടക്കണം. ഹല്ലേലൂയ. 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. ഈ ഭൂമിയിൽ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയെ ക്രിസ്തുവിനെ നാം വെളിപ്പെടുത്തുമ്പോൾ ദൈവിക ജ്ഞാനത്തിൽ നാം നടക്കണം. നാം ജ്ഞാനികളെപ്പോലെ നടക്കുമെങ്കിൽ എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇടപെടണമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കും. ക്രിസ്തു ലാവണ്യ വാക്കുകൾ സംസാരിച്ചു. ക്രിസ്തു പോകുന്ന വഴികളിൽ അവൻ ജ്ഞാനത്തോടുകൂടെ പെരുമാറി. അവൻ പല മനുഷ്യരോടുകൂടെ ഇടപെട്ടപ്പോഴും അതിന് തക്കതായി ഇടപെടുവാൻ ദൈവത്തിന് സാധിച്ചു. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ മക്കളായ നാം ആയിരിക്കുന്ന ഏത് സമൂഹത്തിലും ജ്ഞാനികളെപ്പോലെ പെരുമാറാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഇതാ 4-ാമതായി പറയുന്നു, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. യേശു കർത്താവ് തൻ്റെ സമയത്തെ വൃഥാവാക്കി കളഞ്ഞില്ല. സമയത്തെ ഹല്ലേലൂയ വെറുതെ വേസ്റ്റാക്കി കളഞ്ഞില്ല. ക്രിസ്തു തൻ്റെ സമയത്തെ തൻ്റെ ഈ ഇഹലോക ഈ ഭൂമിയിലെ ജീവിതത്തിൽ തൻ്റെ സമയത്തെ താൻ തക്കത്തിൽ ഉപയോഗിച്ചു. തന്നെ ഏൽപ്പിച്ച വേലകൾ അവൻ തക്ക സമയത്ത് ചെയ്തു തീർത്തു. നാമും സമയം വൃഥാവാക്കി കളയാതെ പ്രിയ മക്കളെന്ന പോലെ കർത്താവിനെ നോക്കി അനുകരിക്കാം. നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കാം. ദൈവം തരുന്ന ആയുസ്സിൻ്റെ ഓരോ ദിവസവും
ഓരോ നിമിഷവും കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കാം. അതുകൊണ്ടാണ് വേദപുസ്തകം ഒരിക്കൽ കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നാം ഹല്ലേലൂയ ഉറങ്ങുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഉണർന്ന് ഹല്ലേലൂയ നമ്മുടെ മേലുള്ള പ്രകാശത്തെ വെളിപ്പെടുത്തണം. നമുക്ക് ഉറങ്ങിക്കളയാൻ ഹല്ലേലൂയ വൃഥാവാക്കി കളയാൻ സമയമില്ല. നമ്മുടെ സമയം കർത്താവിനെ പോലെ തന്നെ നമുക്കും തക്കത്തിൽ ഉപയോഗിക്കാം. തന്നെ ഈ ഭൂമിയിൽ ഏൽപ്പിച്ച തൻ്റെ ആ ആയുഷ്കാലം യേശു കർത്താവ് തക്കത്തിൽ ഉപയോഗിച്ചു. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ച്, പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിച്ച്, മാതാപിതാക്കൾക്ക് കീഴ്പ്പെടേണ്ട സമയത്ത് അങ്ങനെ ജീവിച്ച് തൻ്റെ സമയം അവൻ തക്കത്തിൽ ഉപയോഗിച്ചതുപോലെ നമുക്കും തക്കത്തിൽ ഉപയോഗിക്കാം. ഇത് അവസാനമായി വേദപുസ്തകം പറയുന്നു, യേശുവിനെ അനുകരിക്കേണ്ട അടുത്ത കാര്യം അവൻ പിതാവായ ദൈവത്തെ ഹല്ലേലൂയ എല്ലാറ്റിനും സ്തോത്രം ചെയ്തു. തന്നെ ഏൽപ്പിച്ച ജീവിതത്തിൽ ഒന്നിനും പിറുപിറുക്കാതെ കംപ്ലൈൻറ്റ് പറയാതെ ദൈവത്തെ സ്തുതിച്ചു. അങ്ങനെയെങ്കിൽ നമുക്കും സ്തുതിയുടെ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജീവിതം നമുക്കും നയിക്കാം. ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ടും ദൈവഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുവിൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ അപ്പസ്തോലനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പിതാവായ ദൈവത്തിന് എല്ലാറ്റിനും യേശു സ്തോത്രം ചെയ്തു. യേശു എല്ലാ കാലത്തിലും പിതാവേ ഞാൻ അങ്ങേ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞ് എല്ലാറ്റിനും നന്ദി പറഞ്ഞു. ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, നാം കർത്താവിൻ്റെ പ്രിയ മക്കളെന്ന പോലെ അനുകരിക്കുമ്പോൾ നാം അനുകരിക്കേണ്ട ഏറ്റവും നല്ല ക്യാരക്ടറും അതാ സ്തോത്രം ചെയ്യുന്ന, നന്ദി പറയുന്ന ഒരു ക്യാരക്ടർ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഇന്ന് പകൽക്കാലവും പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രിയ മക്കൾ എന്ന പോലെ കർത്താവിനെ അനുകരിപ്പിൻ. സ്നേഹത്തിൽ അനുകരിക്കാം, പ്രകാശമായി തീരാം, ജ്ഞാനികളായി നടക്കാം, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം, എല്ലാറ്റിനും സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. അങ്ങനെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ദൈവം നമ്മെ ജയത്തോടെ നടത്തുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.